Hi, I'm Ashraf Ali. Today, I'm celebrating my 29th birthday. അങ്ങനെ ബർത്ത്ഡേ എങ്ങനെ കളർഫുൾ ആയി ആഘോഷിക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വളരെ പ്രിയപ്പെട്ട ഒരു തെണ്ടിക്കാക്ക എൻ്റെ അടുത്ത് ചോദിക്കുന്നത് 29 കൊല്ലായില്ല അസുഖം അങ്ങനെ നടന്നാൽ മതി, ഒരു പെണ്ണൊക്കെ കെട്ടി സെറ്റിൽ ആവണ്ടേ എന്നുള്ളത്. അപ്പൊ ഞാൻ ബർത്ത്ഡേ എങ്ങനെ കളർഫുൾ ആക്കാം എന്നുള്ള ആലോചനയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ചെങ്ങായി വന്നിട്ട് ചോദിക്കുന്നത്. അതോടുകൂടി മൂഡ് പോയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ആളെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഓക്കെ, ആൾക്ക് ആളുടെ ലൈഫ് വളരെ വേർത്താണ്. എന്റെ ലൈഫ് ആൾക്ക് എന്തായിട്ട് തോന്നുന്നുണ്ടാവില്ലായിരിക്കും, വേർത്തായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. കുറച്ച് സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ശരിയാണ്, 29 കൊല്ലത്തിന്റെ ഉള്ളിൽ എന്ത് മാങ്ങിയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് ആലോചിച്ചപ്പോൾ പിന്നെയാണ് മനസ്സിലായത് ഞാൻ ഉണ്ടാക്കിയ മാങ്ങയും മൂപ്പരുണ്ടാക്കിയ മാങ്ങയും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതായാലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലമായിരുന്നു. ഞാൻ വിചാരിച്ചു ബർത്ത്ഡേന്റെ അന്ന് തന്നെ അതാവുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലിന്റെ 1 മില്യൺ ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കാൻ സുഖമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ, എന്റെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാം. ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഒരു പരിപാടി നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ ബർത്ത്ഡേന്റെ അന്ന് തന്നെ എന്ത് തുടങ്ങാം, ചാനൽ തുടങ്ങാം. ആദ്യത്തെ ടോപ്പിക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. എന്ത്, നിങ്ങളുടെ ഇത്രയും ഇയേഴ്സ് നിങ്ങൾക്ക് വേർത്തായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്റെ 29 ഇയേഴ്സ് എനിക്ക് വേർത്താണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. നിങ്ങളും ആലോചിക്കുക, നിങ്ങളുടെ ലാസ്റ്റ് കഴിഞ്ഞ ബർത്ത്ഡേ എന്നായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലത്ത് നിങ്ങളുടെ ലൈഫ് ഇയേഴ്സ് നിങ്ങൾക്ക് വേർത്തായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ആലോചിക്കാം. കാരണം നമ്മുടെ വേർത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എത്രത്തോളം വാല്യുബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ ജീവിച്ചു എന്നുള്ളത് നമ്മൾ മാത്രം ആൻസർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ മാത്രം അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം. ഏതെങ്കിലും തെണ്ടികളോ പട്ടികളോ വന്ന് അത് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട എന്തില്ല, ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ 29 ഇയേഴ്സിൽ എന്ത് ചെയ്തു? ഈ ആള് പറഞ്ഞതുപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് കുട്ടികളും ഇല്ലാതുകൊണ്ട്. അതൊരു പൊളിറ്റിക്കലി അതൊരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. മേ ബി കല്യാണം കഴിച്ചാൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ആളുകളുടെ ചോയ്സ് ആണ് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. ഓക്കെ, അത് നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ കോൺട്രവേഴ്സി ആവും. ഞാൻ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എനിക്ക് അടുത്ത വർഷം തന്നെ ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ അത് കോൺട്രവേഴ്സി ആക്കുന്നില്ല. നമുക്ക് എല്ലാം പറയാനുള്ള എന്തുണ്ട്, അവസരമുണ്ട്. അപ്പൊ എന്റെ 29 ഇയേഴ്സ് എനിക്ക് വളരെ വേർത്താണ്. ഞാൻ സ്വന്തമായിട്ട് 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്നുണ്ട്. ഓഫ്കോഴ്സ് എനിക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ 29 ഇയേഴ്സിൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണത്. അവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ എന്ത് നടത്തുന്നു, ഇഷ്ടമുള്ള പോലെ ക്ലാസ് നടത്തുന്നു. ഇൻ ദ സെൻസ് ഞാൻ എന്റെ രീതിയിൽ നടത്തുന്നുള്ളതല്ല, എനിക്ക് എന്റെ ഇഷ്ടത്തോടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്റെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു CMA USA എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്യാനുള്ളത്. അത് ഞാനിപ്പോൾ എന്റെ 29 ഇയേഴ്സിൽ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 18 മുതൽ എന്നെക്കാൾ ഒരു 25 വയസ്സ് വരെ പ്രായമുള്ള പല തരം കുട്ടികളുടെ കൂടെ ഞാൻ അത് ചെയ്യുന്നു. അവിടെ ഞാൻ വളരെ കംഫർട്ടാണ്, അവരെന്നെ വളരെ കംഫർട്ടാക്കി വെക്കുന്നു. ആ സ്ഥാപനം എന്നെ വളരെ കംഫർട്ടാക്കി വെക്കുന്നു. അങ്ങനെ എന്നെ കംഫർട്ട് ആക്കുന്ന ഒത്തിരി മനുഷ്യന്മാരുടെ ഇടയിലാണ് ഞാൻ 29 കൊല്ലം ജീവിച്ചത്. ഇപ്പൊ എനിക്ക് വീഡിയോ എടുത്തിരുന്ന എന്റെ ഫ്രണ്ട്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചുമ്മാ ഇരുന്ന് പോസ്റ്റ് അടിക്കുന്ന, അവന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. വേറൊരു ഫ്രണ്ട്, ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന വേറെ ഒരുപാട് ഫ്രണ്ട്സ്, എന്റെ ഫാമിലി, ഇവരെല്ലാം എന്റെ ലൈഫിനെ എനിക്ക് വേർത്തായിട്ട് എന്ത് ചെയ്യുന്നു, തോന്നിപ്പിക്കുന്നു. പിന്നെ ചിലരുടെ പിന്നെ പലരുടെ കൺസേൺസും പലതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിന് അവർ നൽകുന്ന ഡെഫിനിഷൻസും വേറെ ആയിരിക്കും. അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ ലൈഫ് വേർത്തിനെ തീരുമാനിക്കുന്ന കാര്യം മേ ബി ഒരു ഫാമിലി, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ കാറ്, നല്ല വീട്, ഇതൊക്കെ ആയിരിക്കും. ഡെഫിനറ്റ്ലി ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. അത് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ആളുകൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് തീരുമാനിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ഞാൻ ഒട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല, ഒട്ടും ബ്രാൻഡഡ് പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നതുണ്ടല്ലോ എന്നുള്ള ആലോചിച്ച് സങ്കടപ്പെടാറുമില്ല, സന്തോഷിക്കാറുമില്ല. അപ്പൊ എന്റെ ലൈഫ് എനിക്ക് വളരെ വേർത്താണ്. ഞാൻ ഇതിൽ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു കൂടുതൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു ആദ്യത്തെ സെഷൻ ആയതുകൊണ്ടായിരിക്കാം തുടങ്ങിയത് എവിടെയാണ് അവസാനിപ്പിക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിന്റെ വേർത്ത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പലരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക, ഫുൾഫിൽ ചെയ്യുക. ലാസ്റ്റ് പറയാണ്, റൂമി എന്ന് പറയുന്ന ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടാവും. ആളുടെ ഒരു കോട്ടുണ്ട്, ഹാർട്ട് നോസ് ദ ഡിറക്ഷൻ, റൺ ദ വേ. അത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിനറിയാം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതിന് പ്രായോ സ്ഥലങ്ങളോ ആളുകളോ നമ്മുടെ പൈസയോ ഒന്നും എന്തല്ല, ഒരു പരിമിതിയല്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ആര് വന്ന് ക്വസ്റ്റ്യൻ ചെയ്താലും, ആര് വന്ന് അതിനെ അനലൈസ് ചെയ്താലും അവർക്ക് അവരുടേതായിട്ടുള്ള കൺക്ലൂഷൻസ് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ഡെഫിനിഷൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല, അത് മാറാനും പാടില്ല. ഓക്കെ, സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ ആൻഡ് ഓൾ ദോസ് ഹൂ സെലിബ്രേറ്റിംഗ് ദർ 29th ബർത്ത്ഡേ ടുഡേ. ആൻഡ് ഇനി 30ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നവർക്കും അതിനുശേഷം ആഘോഷിക്കാൻ പോകുന്നവർക്കും ലൈഫിൽ ഒന്നും ആവാതെ പോയി എന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.